And next we are moving on to the next chapter, structure of ആറ്റത്തിലേക്ക് പോവുകയാണ് നമ്മൾ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ആദ്യം തന്നെ നമുക്ക് ഓർക്കേണ്ട പോയിന്റുകൾ, എല്ലാ വാല്യൂസും പഠിച്ചു വയ്ക്കുക. ഏതൊക്കെ വാല്യൂസാണ് പഠിച്ചു വയ്ക്കേണ്ടത്? മാസ് ഓഫ് എൻ ഇലക്ട്രോൺ, then 9.1 into 10 to the power minus 31 kilogram. And എല്ലാ വാല്യൂസും പറയുന്നില്ല, but you just note down what all you have to memorize. Mass of an electron, mass of a proton around 1.67 into 10 to the power minus 27 kilogram. Mass of a neutron almost very close to that of proton, slightly heavier than proton, 1.6749 into 10 to the power minus 27 kilogram. And then you have charges. Neutron is 0, proton 1 unit positive charge plus 1.6 into 10 to the power minus 19 coulomb. Electron 1 unit negative charge minus 1.6 into 10 to the power minus 19 coulomb. E by M ratio of electron can be asked, 1.75 into 10 to the power 11 coulomb per kg. അപ്പം ഇത്രയും വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഇതിനു മുമ്പ് ലാസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ഓരോ ലോവും പറയുമ്പോൾ ആ ലോയുടെ ആരാണ് പ്രപ്പോസ് ചെയ്തത് അതും വെച്ച് പറയാൻ കാരണം, യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻ ആസ് മാച്ച് ദ ഫോളോയിങ് ലോ ഹിയർ ആൻഡ് ദ സയൻറ്റിസ്റ്റ് ഹു പ്രപ്പോസ് ദാറ്റ് ലോ. മാച്ചിങ് ക്വസ്റ്റ്യൻ വരും, ലോസ് വിത്ത് സയൻറ്റിസ്റ്റ്. അതുകൊണ്ടാണ് അപ്പം ഞാൻ പേര് പറഞ്ഞു പറഞ്ഞത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ മാച്ചിങ് വരാൻ സാധ്യതയുണ്ട്. ഇവരുടെ മാസ് ചാർജൊക്കെ വെച്ചിട്ടുള്ള മാച്ചിങ് ക്വസ്റ്റ്യൻ ക്യാൻ കം. ബൈ ഹാർട്ട് ദം ഇൻ ടേംസ് ഓഫ് AMU മാസുകൾ പഠിക്കുക, ഇൻ ടേംസ് ഓഫ് KG മാസുകൾ പഠിക്കുക, ആൻഡ് കമ്പയർ ദം. അത് സൂക്ഷിച്ചു വയ്ക്കുക. ഇനി രണ്ടാമത്തെ കേസ് ഇതിലെ മോഡൽസിന്റെ ബേസിസിലാണ് വരിക. JJ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം നിങ്ങൾക്ക് എന്താണെന്നറിയാം. യൂണിഫോം സ്ഫിയർ ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ വിച്ച് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആർ എംബഡഡ്. അതിൽ നിന്ന് വരാവുന്ന ഒരു ചോദ്യമാണ്, ഹൗ ഡിഡ് JJ തോംസൺ എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ഹിസ് ആറ്റം. JJ തോംസൺ അസംഷൻ എന്ന് ചോദിച്ചാൽ JJ തോംസന്റെ അസംഷൻ തന്നെ എടുക്കണം. പല അസംഷൻസ് വരുന്നുണ്ട്, ശരിയായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. പക്ഷെ JJ തോംസൺസ് അസംഷൻ ചോദിച്ചാൽ എഴുതേണ്ടത് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം. ദാറ്റ് ഈസ് വൈ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേബിൾ. 2, JJ തോംസന്റെ മോഡൽ അല്ല ശരി എന്ന് റുദർഫോർഡ്സിന്റെ എക്സ്പെരിമെന്റിൽ കൂടി കണ്ടുപിടിച്ചു. ആൻഡ് റുദർഫോർഡ് കെയിം അപ്പ് വിത്ത് ആറ്റം മോഡൽ. റുദർഫോർഡ്സ് ആറ്റം മോഡലിൽ ന്യൂക്ലിയസിന്റെ ഡിസ്കവറി ക്രെഡിറ്റ് റുദർഫോർഡിനാണ്. ന്യൂക്ലിയസ് സെന്ററിൽ in almost entire massum, all positive charge concentrated at the nucleus. Major portion of the atom is empty. Electrons revolve around this nucleus in a definite path with ഒരു accelerated circular motion എടുത്തുകൊണ്ടേയിരിക്കും ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും. ആൻഡ് Rutherford's one of the important contributions is an idea of size of atom and size of nucleus at the center. ആ കമ്പാരിസൺ നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. സൈസ് ഓഫ് an atom is of the order, ഒരു ആറ്റത്തിന്റെ റേഡിയസ് is of the order 10 to the power minus 10 meters ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ റേഡിയസ് is of the order 10 to the power minus 15 meters, or in centimeters if it is asked. These are the value. ഇത് വരാറുണ്ട്. ആറ്റംസിന്റെ റേഡിയസ് ഓഫ് ദ ഓർഡർ ആൻഡ് ന്യൂക്ലിയസിന്റെ റേഡിയസ് ഇസ് ഓഫ് ദി ഓർഡർ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈ ആറ്റത്തിന്റെ സെന്ററിലാണ് ന്യൂക്ലിയസ് ഇരിക്കണേന്ന് റുദർഫോർഡ് പറഞ്ഞു എങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ആറ്റം ഈസ് ഓക്യുപ്പൈഡ് ബൈ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ആറ്റം ഈസ് ഓക്യുപ്പൈഡ് ബൈ ന്യൂക്ലിയസ്. ഉടനെ നിങ്ങൾ അതിനെ 3 dimensional ആയിട്ട് കാണണം. സോ വോള്യം ഓഫ് ന്യൂക്ലിയസ് ബൈ വോള്യം ഓഫ് ആറ്റം ഫ്രാക്ഷൻ, വോള്യം ഓഫ് ന്യൂക്ലിയസ് ബൈ വോള്യം ഓഫ് ആറ്റം ഇൻറ്റു 100%. അപ്പോൾ ഇവരെ രണ്ടുപേരെയും സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ മുകളിൽ 4/3 വാട്ട് ഫ്രാക്ഷൻ ഈസ് ഓക്യുപ്പൈഡ് ബൈ ന്യൂക്ലിയസ് എന്ന് ചോദിച്ചാൽ മുകളിൽ 4/3 പൈ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ക്യൂബ്, 4/3 പൈ r ക്യൂബ് ഡിവൈഡഡ് ബൈ 4/3 പൈ റേഡിയസ് ഓഫ് ആറ്റം ക്യൂബ്. ഇത്രയും ചെയ്താൽ ഫ്രാക്ഷൻ ആയി. അല്ല പെർസെൻറ്റേജ് ആണ് ചോദിച്ചെങ്കിൽ ഒരു ഇൻറ്റു 100 കൂടെ ചെയ്യാം. 4/3 പൈയൊക്കെ ക്യാൻസൽ ആയിട്ട് നമുക്ക് 10 to the power minus 15 cube by 10 to the power minus 10 cube, അഥവാ യു വിൽ ഗെറ്റ് ഇറ്റ് as 10 to the power minus 15.
അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചോദിച്ചാൽ ഇൻറ്റു 100 10⁻⁻13%. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഈ കോൺസെപ്റ്റിൽ നിന്ന് വരാവുന്നതാണ്. റുദർഫോർഡ് മോഡൽ. ഇനി പ്രധാനമായിട്ട് ഇതിൽ നിന്ന് വരിക, എന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രോൺ, നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സെന്ററിൽ ഫുൾ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. വൈ ഇറ്റ് ഈസ് നോട്ട് ഫോളിങ് ഇൻ ടു ദ ന്യൂക്ലിയസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ, വാട്ട് ഈസ് ദ അസംഷൻ ഓഫ് റുദർഫോർഡ്, ഹൗ ഡിഡ് ഹി എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഹിസ് ആറ്റം മോഡൽ? ഹി സെഡ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ എക്സാക്ട്ലി ബാലൻസസ് ദ സെൻട്രിഫ്യൂഗൽ force of the electron taking circular motion, accelerated circular motion around the nucleus. അപ്പോൾ electrostatic force of attraction kZe square by r square, kZe square by r square, electrostatic force of attraction exactly equal centrifugal force experienced by the electron moving in circular path mv square by r. റുദർഫോർഡ്സ് അസംഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റുദർഫോർഡ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരിക ഇതിന്റെ ലിമിറ്റേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അതിന്റെ ഡിസ്കവറി, അതിന്റെ ആ എക്സ്പ്ലനേഷൻ വാസ് എ ചാലഞ്ച് ടു ദിസ് മോഡൽ. അപ്പൊ മാക്സ്വെൽ പറഞ്ഞു, ഇഫ് എ ചാർജ് പാർട്ടിക്കിൾ ഈസ് കണ്ടിന്യൂലി അസ്യൂമിങ് accelerated circular motion around an oppositely charged particle, then it will start emitting radiation. If so, if an electron is continuously taking an accelerated motion around the positively charged nucleus, then this electron should continuously emit radiation. Radiation being form of energy from this circular path, it should take its radiation should decrease and it should take a spiral path, ultimately fall into the nucleus, in which case atom should not be stable as explained by Rutherford. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് റുദർഫോർഡിന് സാധിച്ചില്ല. അപ്പോൾ ഫെയിലിയേഴ്സ് ഓഫ് റുദർഫോർഡ്സ് മോഡലിൽ മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ രണ്ടാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് അറ്റോമിക് സ്പെക്ട്രമാണ്. എന്തുകൊണ്ട് ആദ്യത്തെ ഹൈഡ്രജൻ സ്പെക്ട്രാണ് പഠിച്ചത്, ഇത്രമാത്രം സീരീസ് കിട്ടുന്നു, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ലൈമൺ ബാമർ, പാഷൻ ബ്രാക്കറ്റ്, ഇത്രയും സീരീസ്, ഓരോ സീരീസിലും ഇത്രമാത്രം ലൈൻസ് കിട്ടുന്നു എന്നൊന്നും ഈ ആറ്റം മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റുദർഫോർഡിന് സാധിച്ചില്ല. ഇത് രണ്ടും. അപ്പൊ കമ്മിങ് ടു മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു സ്പെക്ട്രം നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, നോക്കണം. ഹൈ എനർജി റേഡിയേഷൻ ടു ലോവസ്റ്റ് എനർജി റേഡിയേഷൻ, എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് എനർജി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലെ വിസിബിൾ റീജിയൻ എന്ന് പറഞ്ഞ ചെറിയൊരു ഏരിയ അറൌണ്ട് 400 നാനോമീറ്റർ മുതൽ 750 നാനോമീറ്റർ വരെയുള്ള ചെറിയ വേവ് ലെങ്ത് ഉള്ള ചെറിയൊരു റീജിയൻ മാത്രമേ നമ്മുടെ ഹ്യൂമൻ ഐസിന് കാണാൻ പറ്റുന്ന വിസിബിൾ റീജിയൻ, അത് പ്രത്യേകം എടുത്തു വച്ചിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവുക, ആ ഭാഗം പ്രത്യേകം നോക്കുക. correct decreasing order of energy of EMR, correct increasing order of energy of EMR എന്നിട്ട് ഉറപ്പായിട്ട് കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ നിന്ന് റൈറ്റ് ഫ്രം കോസ്മിക് റേസ്, ദെൻ UV, അതിന് മുമ്പ് ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, വിസിബിൾ, IR, അത് കറക്റ്റ് ഓർഡറിൽ വരും. അപ്പോൾ ഓരോ ഓർഡറൊക്കെ എടുത്ത് മാറ്റിയിട്ടിട്ട് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റ്, വളരെ ഈസിയാണ് അത് സ്കോർ ചെയ്യാനായിട്ട്. പക്ഷെ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ EMR പറയുമ്പോൾ EMRന്റെ പ്രധാനമായിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ എനർജി റേഡിയേഷൻസ് വിച്ച് ഹാവ് കോട്ട് components, electric component and magnetic component which are perpendicular to each other and perpendicular to the line of അല്ലെങ്കിൽ direction of propagation of light. ഈ EMRന്റെ പ്രധാനമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെക്കുക. ഒന്ന് വേവ് ലെങ്ത് ലാംഡ, ആ ലാംഡ കണ്ടാൽ അത് ഏത് EMR ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ദാറ്റ് വേവ് ലെങ്ത്. ഉദാഹരണത്തിന് ഞാനൊരു 600 നാനോമീറ്റർ എന്ന് കണ്ട ഉടനെ എനിക്ക് പറയാം ഇത് വിസിബിൾ റീജിയൻ ആണ് എന്ന് പറയാൻ പറ്റും.
അല്ല 180 നാനോമീറ്റർ എന്ന് കണ്ടാൽ ഉടനെ എനിക്ക് പറയാൻ പറ്റുന്നത് UV റീജിയൺ ആണ്. അതുകൊണ്ട് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അതിന് ഏത് EMR ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. ഫ്രീക്വൻസി വേവ് ലെങ്ത് നാനോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാം, ആംസ്ട്രോങ്ങിൽ എക്സ്പ്രസ് ചെയ്യാം, പിക്കോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാം. കൺവേർഷൻ ഫാക്ടറുകളൊക്കെ പഠിച്ചു വയ്ക്കുക. 1 നാനോമീറ്റർ 10 to the power -9 meter, 1 ആംസ്ട്രോങ് 10 to the power -10 meter, 1 പിക്കോമീറ്റർ 10 to the power -12 meter. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി രണ്ടാമത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. എത്ര വേവ് ലെങ്ത്തുകൾ ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ക്രോസ് ചെയ്തു പോയി. അപ്പോൾ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയും. അത് ഹേർട്സ്, സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ പെർ സെക്കൻഡ്. ലാംഡയും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും. ലോങ് വേവ് ലെങ്ത് ലെസ് ഫ്രീക്വൻസി ആയിരിക്കും, അഥവാ ഷോർട്ട് വേവ് ലെങ്ത് ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ ആയിരിക്കും. മൂന്നാമത് വേവ് നമ്പർ ന്യൂ ബാർ. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര വേവ് ലെങ്ത്തുകൾ വരുന്നു. അപ്പൊ വേവ് ലെങ്ത് വലുതാണെങ്കിൽ വേവ് നമ്പർ ചെറുതായിരിക്കും, വേവ് ലെങ്ത് ചെറുതാണെങ്കിൽ വേവ് നമ്പർ. അപ്പോൾ വീണ്ടും വേവ് ലെങ്ത്തും വേവ് നമ്പറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ, വേവ് ലെങ്ത്തും വേവ് നമ്പറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ. എങ്കിൽ ഫ്രീക്വൻസി ആൻഡ് വേവ് നമ്പർ ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും. ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ ആണെങ്കിൽ അതിന്റെ വേവ് നമ്പറും ഹൈ ആയിരിക്കും. ഈ 3 വാല്യൂസും പിന്നെ എനർജി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഇത് 4ഉം ക്യാരക്ടറൈസ് ചെയ്യും IMRനെ. അതിന്റെ വാല്യൂസ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഇന്ന EMR ആണെന്ന് പറയാൻ പറ്റും. അതേസമയം അടുത്ത് പറയാൻ പോകുന്ന 2 പ്രോപ്പർട്ടി, ഒന്ന് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ ഫോം ഓഫ് വേവ്. നാലാമത്തെ, ഈ 4 പറഞ്ഞു. അഞ്ചാമത്തെ വെലോസിറ്റി, സ്പീഡ് ഓഫ് ലൈറ്റ്, സ്പീഡ് ഓഫ് EMR. അത് ആ EMRനെ ക്യാരക്ടറൈസ് ചെയ്യുന്നൊരു വാല്യൂ അല്ല, അത് ആ വേവിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ അത് പ്രോപ്പഗേറ്റ് ചെയ്യുമ്പോൾ എത്ര സ്പീഡിൽ പ്രോപ്പഗേറ്റ് ചെയ്യുന്നു, അതായത് ഒരു എത്ര മീറ്റേഴ്സ് ഒരു സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്യുന്നു, മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഏത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് എനർജി, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് വേവ് ലെങ്ത്, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഫ്രീക്വൻസി, വേവ് നമ്പർ, all electromagnetic radiations travel with a same speed in vacuum, which is a constant 3 into 10 to the power 8 meters per second. C is equal to 3 into 10 to the power 8 meters per second എന്നുള്ളൊരു കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ C? സ്പീഡ് അഥവാ വെലോസിറ്റി ഓഫ് ഓൾ EMR irrespective of their energy, wavelength or frequency etc. In vacuum, which is a constant 3 into 10 to the power. അതുകൊണ്ട് തന്നെ ഈ C കണ്ടാൽ നമുക്ക് ഒരിക്കലും ഇത് ഏത് EMR ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ EMRനും ഒരേ സ്പീഡാണ്, ഒരേ മീഡിയത്തിൽ, വാക്യൂത്തിൽ അതിന്റെ വാല്യൂ 3 into 10 to the power 8 meters per second. ഫൈനലി ആംപ്ലിറ്റ്യൂഡ്. ഇത് വേവ് ഫോമിൽ ഇങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഡെപ്ത്, height of the crest or depth of the trough, which gives you the intensity of that radiation. അപ്പോൾ അത് ആംപ്ലിറ്റ്യൂഡ് ഹൈ ആണെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ആയിരിക്കും. പക്ഷെ വേവ് ലെങ്ത് ഒക്കെ ഒരേ വേവ് ലെങ്ത്തിന് തന്നെ ഇൻറ്റൻസിറ്റി കൂടി കുറഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുകൾക്ക് ഒരേ ഇൻറ്റൻസിറ്റി ഉണ്ടാകാം. അതുകൊണ്ട് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ which can characterize that EMR. അത് ഏത് EMR ആണെന്നും പറയാൻ പറ്റില്ല. കാരണം ഒരേ EMRന് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് EMRന് ഒരേ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകാം, ഡിഫറെൻറ്റ് വേവ് ലെങ്സിന് ഒരേ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകും. അതുകൊണ്ട് ഈ അവസാനം പറഞ്ഞ 2 പേര് പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് EMR ആണ്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് അത് ഏത് EMR ആണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Right from E is equal to energy of radiation is equal to h nu. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജി എത്രയാണ്? ഫ്രീക്വൻസി തന്നിട്ട് h nu. അവിടെ h is called Planck's constant, which is 6.626 into 10 to the power minus 34 joule second. Planck's constant ഇതിന്റെ 6.626 into 10 to the power minus 34 joule second. E energy of electromagnetic radiation and new frequency of radiation. And then comes how nu is related to lambda. Nu is equal to C by lambda. So you can write E is equal to hc by lambda, and nu bar is equal to 1 by lambda, or you can write E is equal to hc nu bar.
അപ്പൊ ഇതൊക്കെ ഇന്റർ റിലേറ്റഡ്. എനർജി ഓഫ് റേഡിയേഷൻ ന്യൂ തന്നാൽ, എനർജി ഓഫ് റേഡിയേഷൻ ലാംഡ തന്നാൽ, ടേക്ക് കെയർ ഓഫ് ഓൾ ദ യൂണിറ്റ്സ് എല്ലാം ഒരേ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ന്യൂമറിക്കൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് പലതും പല സിസ്റ്റം, അതൊക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ. എച്ച് സി ബൈ ലാംഡ ചെയ്യാം, എച്ച് സി ന്യൂ ബാർ ചെയ്യാം, അല്ല നിങ്ങൾക്ക് ന്യൂ ഈസ് ഈക്വൽ ടു സി ന്യൂ ബാർ, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സി തന്നിട്ട് ന്യൂ ചോദിക്കുക, ന്യൂ തന്നിട്ട് ന്യൂ ബാർ ചോദിക്കുക, അല്ലെങ്കിൽ ലാംഡ തന്നിട്ട് ന്യൂ ബാർ ചോദിക്കുക, അല്ലെങ്കിൽ ലാംഡ തന്നിട്ട് സി ചോദിക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വാട്ട് യു ഷുഡ് റിമെമ്പർ. എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സോ വിത്ത് ദിസ് യു വിൽ ഗെറ്റ് ന്യൂമറിക്കൽസ്. ഒരു ന്യൂമറിക്കലെങ്കിലും ഈ കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കമ്മിങ് ടു റുദർഫോർഡ്സ് മോഡലിന്റെ ഇമ്പോർട്ടന്റ് അസംഷൻ നമ്മൾ പറഞ്ഞു, അറ്റോമിക് സ്പെക്ട്രത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അറ്റോമിക് സ്പെക്ട്രത്തിൽ ഒരു ഹൈഡ്രജൻ ആണ് ആദ്യമായിട്ട് പഠിച്ചത്. ആ ഹൈഡ്രജൻ സിസ്റ്റം എടുത്തിട്ട് എനർജറ്റിക്കലി എക്സൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റേഡിയേഷൻസിനെ വെൻ ഇറ്റ് വാസ് സെൻഡ് ത്രൂ എ സ്പെക്ട്രോസ്കോപ്പ് വി ഗോട്ട് സീരീസ് ഓഫ് ലൈൻസ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ലൈമൺ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ് പിന്നെയുണ്ട്. പക്ഷെ ഇത് ഈ 5 അന്ന് പഠിച്ച സീരീസ്. അപ്പൊ ലൈമൺ സീരീസ്, ഉടനെ തന്നെ ലൈമൺ സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് all transitions from higher levels to first level which lies in UV region. ബാമർ സീരീസ് എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് all transitions from higher level to second level falls in Balmer region, Balmer series, visible region വരുന്നതാണ്. Passion series, all transitions from higher level to third one, which comes in near infrared region. And then bracket series were all transitions from higher level to 4 mid IR region വരുന്നതാണ്. And fund series, all transitions from higher level to 5th level far IR region വരുന്നു. ഇങ്ങനെ റീജിയണുകളായിട്ട് നമുക്ക് ഓരോ റീജിയണിലും എ സീരീസ് ഓഫ് ലൈൻസ് വർ ഒബ്റ്റെയിൻ. അപ്പോൾ വൈ ഡിഫറെന്റ് 1ലേക്ക് വരുന്നതൊക്കെ ഹൈ എനർജി വിച്ച് ഫാൾസ് ഇൻ യു വി റീജിയൻ. പിന്നെ 2ൽ വന്നിട്ട് 2 1, അപ്പൊ 2 1ലേക്ക് വരുന്നത് യു വിയിൽ, 2ലേക്ക് വരുന്നതൊക്കെ വിസിബിളില്, 3ലേക്ക്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ലോവർ ലെവൽ ടു വിച്ച് ദേ ആർ കമ്മിങ് ഇൻ ഈച്ച് സീരീസ്. വൈ സോ മെനി ലൈൻസ് ഇൻ ഈച്ച് സീരീസ് എന്ന ക്വസ്റ്റ്യൻ വന്നാൽ 10 to 1 വരുന്ന അതേ എനർജി അല്ല 9 to 1 അല്ല. ഫ്രം ഡിഫറെന്റ് ഹയർ ലെവൽസ് ടു 1 ഇൻ ലൈമൺ സീരീസ്, ദാറ്റ്സ് വൈ സോ മെനി. അപ്പൊ ഇങ്ങനെയുള്ള സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാം. വൈ സോ മെനി സീരീസ്, വൈ സോ മെനി ലൈൻസ് ഇൻ ഈച്ച് സീരീസ്, 2 ക്വസ്റ്റ്യൻസ്. Coming to ഇതിൽ തന്നെ നിങ്ങൾക്ക് what is the wave number of radiation emitted, what is the wave length of radiation emitted in Lyman series when an electron jumps from 10, when an electron jumps from 5 എന്നൊക്കെ പറഞ്ഞു. Lyman series എന്ന് പറഞ്ഞാൽ N1 is fixed. For each series N1 is fixed. ഇതിന്റെ N1കളാണിത്. N2 is any number greater than N1 which is an integer. അപ്പോൾ ലൈമൺ സീരീസിൽ 2 3 4 5 6 etc. അപ്പോൾ 3 ജമ്പ് ചെയ്യുക, 4 ജമ്പ് ചെയ്യുക. N2 can be a variable for each series. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക, what is the wave number of radiation emitted, what is the wave length of radiation emitted, what is the frequency of radiation emitted എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. വേവ് നമ്പർ ഡയറക്റ്റ് ഫോർമുല, റിഡ്ബർഗ് ഫോർമുല 109,677 into z square into 1 by n1 square minus 1 by n2 square per centimeter. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് 1.097 into 10 to the power 5 into z square, where z is nuclear charge, atomic number. applicable for single electron system. Hydrogen ആണെങ്കിൽ Z1 ഇടുക, helium plus a single electron system Z2 ഇടുക, lithium 2 plus a single electron system Z3 ഇടുക, beryllium 2 plus 3 plus a single electron system Z4 ഇടുക. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് അറ്റോമിക് നമ്പർ ആണ് Z square into 1 by n1 square. n1 is always the lower level and n2 is always the higher level. ലൈമൺ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n1 1 ഇടുക, അല്ലെങ്കിൽ പാഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n1 3 ഇടുക, n2 ഏതിനാണോ വരുന്നത് അത് ഇടുക. അപ്പോൾ ന്യൂ ബാർ ക്വസ്റ്റ്യൻ വന്ന ഇനി പെർ മീറ്ററിലാണെങ്കിൽ 1.097 into 10 to the power 7 into z square into 1 by n1 square minus 1 by n2 square
പെർ മീറ്റർ വരും. അപ്പം പെർ മീറ്ററിലായാലും പെർ സെന്റിമീറ്ററിലായാലും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ന്യൂ ബാർ അല്ല ചോദ്യം, ലാംഡ ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ 1/, കാരണം ലാംഡ ഈസ് 1/, ന്യൂ ബാർ. അപ്പോൾ ഇതിന്റെ 1/, ചെയ്ത് കഴിഞ്ഞാൽ ലാംഡയായി. അല്ല ചിലപ്പോൾ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ആണെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ബാർ കണ്ടിട്ട് അതിനെ 3 × 10⁸ meters per second, മീറ്റർ പെർ മീറ്ററിലാണെങ്കിൽ, പെർ സെന്റിമീറ്ററിലാണെങ്കിൽ 3 × 10⁻10 centimeters per second കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ കിട്ടും. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറ്റോമിക് സ്പെക്ട്രം, റിഡ്ബർഗ് ഫോർമുലയൊക്കെ ഓർത്തു വെക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ഒന്നിലോ വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, അല്ലെങ്കിൽ കമ്പാരിസൺ. ഹൈഡ്രജന്റെ 2:1 ഇതാണെങ്കിൽ ഹീലിയം പ്ലസിന്റെ 2:1 എത്രയായിരിക്കും? അപ്പൊ അവിടെ ഒരേ ഒരു വേരിയബിൾ വരുന്ന Z ആണ്. സോ യു വിൽ റൈറ്റ് വേവ് നമ്പർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z². സോ ന്യൂ bar 1 by ന്യൂ bar 2 is equal to Z1² by Z2² ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഫോർ സെയിം ട്രാൻസിഷൻ. ട്രാൻസിഷനും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫോർമുല ഓർത്തു വയ്ക്കുക. വെരി ഈസി ടു ഡു ന്യൂമറിക്കൽസ് ഫ്രം ദിസ്. അപ്പോൾ ഇത്രയാണ് റിഡ്ബർഗ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ഈ ആറ്റം, റുദർഫോർഡ്സ് ആറ്റം മോഡൽ വെച്ചിട്ട് he could not explain the observed hydrogen spectrum. Another limitation നമ്മൾ പറഞ്ഞതാണ്. റുദർഫോർഡിന്റെ മോഡൽ വെച്ചിട്ട് ഈ ഹൈഡ്രജൻ, വൈ സോ മെനി ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം, വൈ സോ മെനി സീരീസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം, വൈ ഇൻ ഈച്ച് സീരീസ് സോ മെനി, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റുദർഫോർഡ് ആറ്റം മോഡലിന് പറ്റിയില്ല. അതുകൊണ്ട് ബോർ കെയിം അപ്പ് വിത്ത് ദിസ് ആറ്റം മോഡൽ വിച്ച് കുഡ് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം. ബോർ മോഡലിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ മോഡലിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബോർ മോഡലൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താ റുദർഫോർഡ് പറഞ്ഞതുപോലെ തന്നെ സെന്ററിൽ ഹോൾ ന്യൂക്ലിയസ് ഈസ് കോൺസെൻട്രേറ്റഡ് വിത്ത് മേജർ ഓൾമോസ്റ്റ് 100% മാസ് എന്ന് പറയാം, ക്ലോസ് ടു 100%, കാരണം ഇലക്ട്രോൺസ് മാസ് ഇസ് നെഗ്ലിജിബിൾ. അതും എൻറ്റയർ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ന്യൂക്ലിയസ്. And now he said around this nucleus there are infinite number of energy levels. It's not just circular paths. It is energy levels. ഈ ഓർബിറ്റുകൾ എനർജി ലെവലുകളാണ്. ഈച്ച് ലെവൽ അസോസിയേറ്റഡ് വിത്ത് ഡെഫിനിറ്റ് എനർജി. ഒരു ഇലക്ട്രോണിന് ഒരു എനർജി ലെവലിൽ ഇരിക്കണമെങ്കിൽ ദറ്റ് ഇലക്ട്രോൺ മസ്റ്റ് പൊസസ് എനർജി കറസ്പോണ്ടിങ് ടു ദാറ്റ് ലെവൽ എന്ന് പറഞ്ഞു. ഫസ്റ്റിൽ ഇരിക്കണമെങ്കിൽ ഫസ്റ്റിൽ എത്രയാണോ അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത എനർജി അതുണ്ടായിരിക്കണം. അല്ല അതിന് ഫസ്റ്റ് ചെയ്ത് സെക്കൻഡിലേക്ക് പോകണമെങ്കിൽ വെറുതെ സെക്കൻഡിലേക്ക് പോകാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് അബ്സോർബ് എനർജി ഈക്വൽ ടു E2 - E1 delta E. Or if it wants to go to 8th level, it should absorb energy delta E, E8 - E1. So to go to higher levels, it should absorb energy and get excited, we say. To come back to lower levels, it should emit energy delta E exactly equal to difference in energy between two levels, but delta E. For which he said how these energy levels are decided. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് എവിടെയൊക്കെയാണ് ഈ എനർജി ലെവൽ, എത്ര എനർജി എന്ന് തീരുമാനിക്കുന്നത്? ഈ സർക്കുലർ പാത്തുകൾ, വെറും പാത്തല്ല, എനർജി ലെവൽ ഓർബിറ്റുകൾ എവിടെയൊക്കെയാണ്? അതിനുവേണ്ടി ബോറിന്റെ അസംഷൻ വന്നു. എന്താ ബോറിന്റെ അസംഷൻ? ഹി സെഡ് ദാറ്റ് ഓൺലി ദോസ് എനർജി ലെവൽ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരൂ കേട്ടോ. വാട്ട് ഈസ് J.J. തോംസൺസ് അസംഷൻ ടു എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ഹിസ് ആറ്റം മോഡൽ? വാട്ട് ഈസ് റുദർഫോർഡ് മോഡൽസ് അസംഷൻ? വാട്ട് ഈസ് ബോർ മോഡൽസ് അസംഷൻ? ബോർ മോഡലിന്റെ അസംഷൻ ആണ്, he said only those energy levels, those orbits are allowed where when the electron is moving its angular momentum is an integral multiple of h/2π. എങ്ങനെയാണ് എവിടെയൊക്കെയാണ് എനർജി ലെവൽ ഹൈഡ്രജന് അല്ലെങ്കിൽ ഹീലിയം പ്ലസിന് ഒക്കെ വരുന്നത് എന്ന് തീരുമാനിക്കുന്നത്? ഇറ്റ്സ് ആംഗുലർ മൊമെന്റം MVRN. ആ ഇലക്ട്രോൺ ആ സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആംഗുലർ മൊമെന്റം MVRN ഷുഡ് ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അപ്പൊ ഫസ്റ്റ് പാത്തിലാണെങ്കിൽ 1 × h/2π, സെക്കൻഡ് എനർജി ലെവലിലാണെങ്കിൽ 2 × h/2π, തേർഡ് എനർജി ലെവലിലാണെങ്കിൽ 3 × h/2π, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അത് മാത്രമേ അലൗഡ് ഉള്ളൂ. ദിസ് ഈസ് ബോർഡ്സ്. ഓരോരുത്തരുടെയും അസംഷൻ ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കുക. ആംഗുലർ മൊമെന്റം when it is going in that orbit energy level should be an integral multiple of h/2π എന്ന ബോർ മോഡലിന്റെ അസംഷൻ. ആൻഡ്
how this energy, എത്രയാണ് എനർജി? ബോഴ്സ് എനർജി ഇക്വേഷൻ. ബോറിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ എനർജി ഓഫ് nth ഷെൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിംഗ് ദി ഫോർമുല. ഇറ്റ് ഈസ് പുട്ട് ഹിയർ. En is equal to minus 2 pi square m k square z square. Constant ഉണ്ട് അവിടെ. K square z square e to the power 4 divided by n square h square. അതിൽ 2 pi square m k square e to the power 4 h square ഒക്കെ കോൺസ്റ്റന്റുകളാണ്. അതുകൊണ്ട് we write it as minus constant into z square by n square. Energy of nth shell of any single electron system is given by minus constant into z square by n square. Remember the constant values. നിങ്ങൾക്ക് വരാവുന്ന യൂണിറ്റുകൾ ഇതൊക്കെയാണ്. Constant is minus 2.18 into 10 to the power minus 18 into z square by n square. If it is in joule per atom or joule per ion, minus 13.6 into z square by n square electron volt, minus 1312 into z square by n square kilojoule per mole. ഈ മൂന്നിലാണ് നിങ്ങൾക്ക് വരാൻ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോബ്ലം കിട്ടുമ്പോൾ energy of nth shell, calculate the energy of second shell of lithium 2+. ഉടനെ നിങ്ങൾ ജൂൾ പെർ ആറ്റത്തിലാണോ നിങ്ങളുടെ ഓപ്ഷൻസ് കിടക്കുന്നത്, ഇലക്ട്രോൺ വോൾട്ടിലാണോ കിടക്കുന്നത്, അല്ല കിലോ ജൂൾ പെർ മോളിലാണോ, അത് നോക്കിയിട്ട് വേണം സ്യൂട്ടബിൾ കോൺസ്റ്റന്റിനെ ചൂസ് ചെയ്യാനായിട്ട്. ഇൻറ്റു ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഷെൽ ഓഫ് ലിഥിയം 2+. അപ്പൊ z സ്ക്വയർ, ലിഥിയത്തിന്റെ z3 സ്ക്വയർ ബൈ n സെക്കൻഡ് ഷെല്ലാണ് ചോദിച്ചത് 2 സ്ക്വയർ. ദിസ് ഈസ് ഹൗ യു കാൽക്കുലേറ്റ് എനർജി ഓഫ് nth ഷെൽ ഓഫ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു ഇലക്ട്രോൺ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ ഇറ്റ് ഷുഡ് അബ്സോർബ് എനർജി എക്സാക്ട്ലി ഈക്വൽ ടു ഡെൽറ്റ ഇ, വിച്ച് ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു h nu minus, or you can call it energy E. Energy of higher level, I call it N2, minus energy of lower level divided by delta E is En2 minus En1. En2 minus En1. And what is this? Delta E is equal to energy of radiation emitted, which is the difference in energy between two levels. So you can connect it to H nu. What is this delta E? Difference in energy between two levels, which is nothing but energy of radiation absorbed to go from this lower level to higher level. And energy of radiation can be related to H nu. Or I can say, from this I can say En2 minus En1 is H nu, or frequency of radiation absorbed is difference in energy between two levels divided by H. ഇതിനെയാണ് ബോഴ്സ് ഫ്രീക്വൻസി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 10 പോയി എങ്കിൽ എത്ര ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തു എന്ന് ചോദിച്ച ഉടനെ നിങ്ങൾ എനർജി ഓഫ് 10th ഷെൽ മൈനസ് എനർജി ഓഫ് ഫസ്റ്റ് ഷെൽ യൂസിങ് ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് ഡിവൈഡഡ് ബൈ എച്ച് ചെയ്താൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്. അതുപോലെ 10 നിന്ന് 1 ചാടി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ്, സെയിം ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ബോഴ്സ് എനർജി ഇക്വേഷൻ ഓർത്ത് വെക്കുക. അപ്പൊ ഡെൽറ്റ ഇ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സപ്പോസ് ഡെൽറ്റ ഇ 1 4 പോയി, അപ്പൊ E4 മൈനസ് E1. അപ്പൊ നമുക്ക് E4ന്റെ ഈ എക്സ്പ്രഷൻ എഴുതുക, E1ന്റെ എക്സ്പ്രഷൻ എഴുതുക, ഡിഫറൻസ് കാണുക. അപ്പൊ നമുക്കത് ചെയ്തിട്ട് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ആസ് എ ഫോർമുല. ഡെൽറ്റ ഇ ഈസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു z square into 1 by n1 square minus 1 by n2 square. കോൺസ്റ്റന്റ് ഏതാണോ അതനുസരിച്ച് യൂണിറ്റ്. അപ്പൊ ഡെൽറ്റ ഇ എത്രയാണ്, ഹൗ മച്ച് എനർജി ഈസ് അബ്സോർബ്, ഹൗ മച്ച് എനർജി ഈസ് എമിറ്റഡ് എന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് ജൂൾ പെർ ആറ്റത്തിലാണെങ്കിൽ 2.18 into 10 to the power minus 18 എടുക്കുക, ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ 13.6 എടുക്കുക, കിലോ ജൂൾ പെർ മോഡ് ആണെങ്കിൽ 1312 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റു സെഡ് സ്ക്വയർ. ഇപ്പൊ ഹീലിയം പ്ലസ്സിൽ ഒരു ഇലക്ട്രോൺ 2 നിന്ന് 4 പോയി, ഹൗ മച്ച് എനർജി ഈസ് അബ്സോർബ്ഡ് എന്ന് ചോദിച്ചാൽ ഹീലിയം, സോ സെഡ് 2 സ്ക്വയർ ഇൻറ്റു
N1 is lower level always, N2 is higher level. അപ്പോൾ 1/2 square minus 1/4 square. കോൺസ്റ്റന്റ് 2.18 ആണ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ജൂൾ പെർ ഹീലിയം അയോൺ എന്നെഴുതും. ഇത്രയും എനർജി അബ്സോർബ് ചെയ്തു. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക എത്ര ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തു. അത് നമുക്ക് ഒന്നിലോ റിഡ്ബർഗ് ഫോർമുല വയ പോയാലും സെയിം ആൻസർ കിട്ടും കേട്ടോ. ന്യൂ ചോദിച്ചാൽ ഡെൽറ്റ ഇ ബൈ എച്ച് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ലാംഡ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ കിട്ടിയ ഡെൽറ്റ ഇനെ എച്ച് സി ബൈ ലാംഡ. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് ഐദർ റിഡ്ബർഗ് ഫോർമുലയിലെ ന്യൂ ബാർ കണ്ടിട്ട് അതിൽ നിന്ന് ന്യൂ അല്ലെങ്കിൽ ലാംഡയൊക്കെ കാണാം, അല്ലെങ്കിൽ ബോൾസ് എനർജി ഇക്വേഷൻ ഡെൽറ്റ ഇ കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡെൽറ്റ ഇ ഈസ് എച്ച് ന്യൂ ഇട്ടിട്ട് ന്യൂ കാണാം, ഡെൽറ്റ ഇ ഈസ് എച്ച് സി ബൈ ലാംഡ ഇട്ടിട്ട് ലാംഡ കാണാം, അങ്ങനെയും കാണാം. രണ്ട് ഫോർമുല ഉപയോഗിച്ചാലും യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ സെയിം ആൻസർ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ യൂണിറ്റ് ആൻസർ വേണ്ടത് അതനുസരിച്ച് കോൺസ്റ്റന്റ് ചൂസ് ചെയ്യുക. യൂസസ് അല്ല ഹൗ മച്ച് എനർജി ഈസ് ലിബറേറ്റഡ് വെൻ ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം 4 to 2 ആണെങ്കിലും ഇതേ ഫോർമുല, ഒന്നിൽ അബ്സോർപ്ഷൻ മറ്റേതിൽ this much energy is released. അതിൽ തന്നെ ഡെൽറ്റ ഇക്ക് പകരം എനർജി അബ്സോർബ്ഡ് ഓർ റിലീസിന് പകരം നിങ്ങൾക്ക് ലാംഡ ആയിട്ട് ചോദിക്കാം വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ അബ്സോർബ്, വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ എമിറ്റഡ്, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ്. അപ്പോൾ ഈ ഡെൽറ്റ ഇ കണ്ടിട്ട് അതിൽ നിന്ന് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോ ബൈ റിഡ്ബർഗ് ഫോർമുല എന്ന് പറഞ്ഞു. അപ്പോൾ ബോറിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ അതുപയോഗിച്ച് എനർജി ഓഫ് nth ഷെൽ ഓഫ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ക്വസ്റ്റ്യൻ വരാം. അതിൽ ശ്രദ്ധിക്കേണ്ടത് Z എന്താ N എന്താന്നൊക്കെ നോക്കണം. ലിഥിയം 2+ ആണെങ്കിൽ 3, ബെർലിയം 3+ ആണെങ്കിൽ 4 ശരിക്കും എഴുതണം. ഹൈഡ്രജൻ ആണെങ്കിൽ 1. ഏത് ഷെല്ലിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ഡെൽറ്റ ഇ ചോദിക്കാം, എത്ര എനർജി അബ്സോർബ് ചെയ്തു, എത്ര എനർജി. രണ്ടാമത്തെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് ബോർ മോഡലിന്റെ റേഡിയസ് ഓഫ് nth ഷെൽ ഓഫ് എനി സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദി ഫോർമുല. റേഡിയസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഈ കോൺട്രിബ്യൂഷൻ റേഡിയസ് ഓഫ് എൻ, ഇതിനു മുമ്പ് എനർജി ഓഫ് nth ഷെൽ ഓഫ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ ആ കോൺസ്റ്റന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ what is that constant? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത എനർജി ഓഫ് nth ഷെൽ ഓഫ് എനി സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം മൈനസ് കോൺസ്റ്റന്റ് ഇൻറ്റു Z² ബൈ N² എന്ന് പറഞ്ഞു. ഈ കോൺസ്റ്റന്റ് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എനർജി ഓഫ് ഫസ്റ്റ് ഷെൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. കാരണം ഫസ്റ്റ് ഷെൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം Z1 N1. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എനർജി ഓഫ് ഫസ്റ്റ് ഷെൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. ഓർ യു ക്യാൻ സേ എനർജി ഓഫ് nth ഷെൽ ഓഫ് എനി സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ഈസ് എനർജി ഓഫ് ഫസ്റ്റ് ഷെൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻറ്റു Z² ബൈ N² എന്നും പറയാം. കമ്മിങ് ടു റേഡിയസ് ഓഫ് nth ഷെൽ ഓഫ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം, യു ഹാവ് ദ ഫോർമുല N² H² ബൈ 4π² mkz e². K കോൺസ്റ്റന്റ് ഉണ്ട്. N² H² ബൈ 4π² mkz e². അതില് H², 4π² m e² ഒക്കെ കോൺസ്റ്റന്റുകളാണ്. K ഒക്കെ കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ ആയിട്ട് വരുന്നത് N² ആൻഡ് Z മാത്രമാണ്. സോ യു ക്യാൻ റൈറ്റ് റേഡിയസ് ഓഫ് nth ഷെൽ ഓഫ് എനി സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു N² ബൈ Z. And depending on the unit in which the question is asked, constant can be 0.529 into N² by Z if the radius is asked in Armstrong unit. And it can be 52.9 into N² by Z if it is in picometer unit. Or it can be 0.0529 into N² by Z if it is in nanometer unit. അപ്പം നിങ്ങളുടെ പ്രോബ്ലത്തിൽ ഏത് യൂണിറ്റിലാണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് സ്യൂട്ടബിൾ കോൺസ്റ്റന്റ് എടുക്കുക. വീണ്ടും ഞാൻ എനർജി പറഞ്ഞ പോലെ തന്നെ what is this constant? Constant is radius of first shell of hydrogen atom. Radius of first shell of hydrogen atom calculate ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? Constant into 1² by 1. Which is constant. So this constant is nothing but radius of first shell of hydrogen atom, or I can say radius of nth shell of any single electron system is radius of first shell of hydrogen into N² by Z. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാവുന്നത് ഒരേ സ്പീഷീസിന്റെ ഹൈഡ്രജന്റെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഷെല്ലുകളുടെ റേഡിയൈ റേഷ്യോ എന്തായിരിക്കും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. Z 1 1, 2, 3 ഷെല്ലുകൾ അല്ലെങ്കിൽ 2, 3, 4 ഷെല്ലുകൾ, ഏതെങ്കിലും 3 ഷെല്ലുകളുടെ റേഡിയൈ റേഷ്യോ ചോദിച്ചാൽ ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആണ്. 0.529 കോൺസ്റ്റന്റ്, N കോൺസ്റ്റന്റ്, Z കോൺസ്റ്റന്റ്.
അപ്പോൾ n1 സ്ക്വയർ ഈസ് ടു n2 സ്ക്വയർ ഈസ് ടു n3 സ്ക്വയർ 1 സ്ക്വയർ ഈസ് ടു 2 സ്ക്വയർ ഈസ് ടു 3 സ്ക്വയർ അതായിരിക്കും റേഷ്യോ. ചിലപ്പോൾ നിങ്ങൾക്ക് വരിക ഒരേ ഷെല്ല് പക്ഷേ ഡിഫറൻറ്റ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ റേഡിയൈ റേഷ്യോ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ ഹീലിയം പ്ലസിൻ്റെ ലിഥിയം 2+ സെക്കൻഡ് ഷെല്ലുകളുടെ റേഡിയൈ റേഷ്യോ. ഇവിടെ നമുക്ക് n സ്ക്വയർ 0.529 അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കോൺസ്റ്റന്റും n സ്ക്വയറും കോൺസ്റ്റന്റ് ആണ് എൻ്റെ ക്വസ്റ്റ്യനിൽ, z ആണ് വേരിയബിൾ. അപ്പോൾ 1/1 ഈസ് ടു 1/4 ഈസ് ടു 1/1 ഈസ് ടു 1/2 ഹീലിയത്തിൻ്റെ z 2, 1/1 ഈസ് ടു 1/2 ഈസ് ടു 1/3. അപ്പോൾ കോമൺ 6:3:2 എന്ന് കിട്ടും നിങ്ങൾക്ക്. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് റേഡിയൈ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. ഒരേ സ്പീഷീസിൻ്റെ ഡിഫറെൻറ്റ് ഷെൽസ് ആണോ അതോ ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ഒരേ ഷെല്ലാണോ? ചിലപ്പോൾ ഇത് രണ്ടും വേരിയബിൾ ആയിട്ട് ചോദിക്കും. ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഷെൽ ഈസ് ടു, ഹീലിയം പ്ലസിൻ്റെ സെക്കൻഡ് ഷെൽ ഈസ് ടു, ലിഥിയം 2+ന്റെ തേർഡ് ഷെൽ. അപ്പോൾ രണ്ടും വേരിയബിൾ. അപ്പോൾ നമ്മൾ n²/z റേഷ്യോസ് ആണ് എഴുതേണ്ടത്. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരിക. And coming to the next big contribution is velocity of an electron in the nth shell of single electron system, which is given by 2πk Ze²/nh. Velocity of an electron in the nth shell of single electron system 2πk Ze²/nh. ഇനി ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നാൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് നെഗ്ലക്ട് ചെയ്യരുതെന്ന് ഞാൻ പറയും. റേഡിയസ് ഓഫ് nth ഷെൽ ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ഈസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷനായിട്ട് തരാം. അപ്പം നിങ്ങൾ അവിടെ തപ്പരുത്. അപ്പം നിങ്ങൾക്ക് അത് അറിയണം. അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചു വയ്ക്കുക. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ഷെൽ ഓഫ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം 2πk Ze²/nh. അതിൽ 2πk E²h ഒക്കെ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് velocity of an electron in the nth shell of any single electron system is a constant into Z/n. And this constant is 2.18 into 10 to the power 6 into Z/n meters per second. സെന്റിമീറ്റേഴ്സിലാണെങ്കിൽ 10 to the power 8 എഴുതുക. And what is this constant? It is velocity of electron in the first shell of hydrogen atom ആണ് ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു z ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n. റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു z. എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു z² ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n². ഇതിൽ വരാവുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ നോളജിൽ നിന്ന് വരാവുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള ഒന്ന് പ്രൊപ്പോർഷണാലിറ്റി, എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു n⁻² എന്ന് പറഞ്ഞാൽ n⁻⁻² ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ z⁻², ആണ്. അല്ലെങ്കിൽ റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n⁻², അല്ലെങ്കിൽ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു z⁻⁻1 ആണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരാവുന്ന 2 ഭാഗങ്ങളും കൂടിയാണ്. ഒന്ന് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ. ഒരു ഇലക്ട്രോൺ ഈ ഓർബിറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രീക്വൻസി എത്ര റൗണ്ട്സ് പെർ സെക്കൻഡ്, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഇൻ പെർ സെക്കൻഡ് അത് ചെയ്യാനായിട്ട് നമ്മൾ വെലോസിറ്റി ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ചെയ്താൽ മതി. സപ്പോസ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഈസ് ആസ്ക്ഡ്, ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഇൻ ആൻ ഓർബിറ്റ് ഈസ് ആസ്ക്ഡ്. സെക്കൻഡ് ഷെല്ലിൽ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര റൗണ്ട്സ് എന്ന് ചോദ്യം വന്നാൽ യു വിൽ ഡു ഇറ്റ് ആസ് വെലോസിറ്റി ഇൻ ദാറ്റ് ഷെൽ ഡിവൈഡഡ് ബൈ റേഡിയസ് ഇൻ ദാറ്റ് ഷെൽ. അപ്പൊ വെലോസിറ്റി നമുക്കറിയാം എ കോൺസ്റ്റന്റ് ഇൻടു z/n ആണ്. And radius we know a constant into n²/z ആണ്. Or you can say frequency of revolution is a constant into z²/n³ എന്ന് വരും. അഥവാ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു z² and inversely proportional to n³. അല്ലെങ്കിൽ ഇതൊരു ന്യൂമറിക്കൽ ആയിട്ട് വന്നാൽ കറക്റ്റ് ആയിട്ട് വാല്യൂസ് ഇട്ട് ചെയ്യുക. വെലോസിറ്റി ആൻഡ് റേഡിയസ് കണ്ടിട്ട് കറക്റ്റ് വാല്യൂസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. പീരിയഡ് ഓഫ് റെവല്യൂഷൻ ചോദിക്കാം. പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടിന് എത്ര സമയമെടുക്കും? പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഒരു റൗണ്ടിന് എത്ര സമയമെടുക്കും? സോ യു ഡു ദ ജസ്റ്റ് റിവേഴ്സ് 2πrn, റൈറ്റ്? 2πrn
velocity divided by circumference, not Rn, 2 pi Rn, circumference of that orbit. Velocity divided by 2 pi Rn, circumference of that orbit. So 2 pi Rn in the constant can be clubbed to a single constant. 2 pi Rn, right? Period of revolution, 2 pi Rn, circumference divided by Vn. Just the reverse of this. So that you will get period of revolution is directly proportional to n cube and inversely proportional to z square. You will get matching questions on this. E proportional to. So all dependence on n ചോദിക്കുകയാണെങ്കിൽ -2. അല്ലെങ്കിൽ radius proportional to n square. Or the velocity proportional to n raised to -1, frequency proportional to n raised to -3, period proportional to n raised to 3. ഇങ്ങനെയുള്ള മാച്ചിങ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. And coming to number of revolutions in nth orbit, that's what we have done, frequency of revolution. അതിൻ്റെ ഓപ്പോസിറ്റ് period of revolutionും ക്വസ്റ്റ്യൻ വരാം. And coming to Bohr model, the main limitation എന്ന് പറയുന്നത് it could successfully explain the observed hydrogen spectrum or any single electron system, but it could not explain multi-electron system. Multi-electron systemത്തിന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, വേവ് മെക്കാനിക്കൽ മോഡൽ. അതിൻ്റെ 3 ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻറ്റയർ ക്വാണ്ടം മെക്കാനിക്സ് ട്രീറ്റ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒന്ന് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ യു. അത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്താണെന്നോ അത് സോൾവ് ചെയ്യാനോ നിങ്ങൾക്ക് ഇല്ല, ഈ ലെവലിലില്ല. രണ്ടാമത് ഡി ബ്രോഗ്ലിസ് വേവ് ലെങ്ത്. എന്താ പറഞ്ഞത്? ലൈക്ക് ലൈറ്റ്, ലൈറ്റിനെ പോലെ. ഡി ബ്രോഗ്ലി, ദ ഫേമസ് സയൻറ്റിസ്റ്റ്, സെഡ് ലൈക്ക് ലൈറ്റ് മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ ഓൾസോ ഹാസ് ഡ്യുവൽ നേച്ചർ, വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. വേവ് നേച്ചറും ഉണ്ട്. ഇപ്പം ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചർ. ലൈക്ക് ലൈറ്റ്. അപ്പം ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റുകൾ, സിൻറ്റിലേഷൻ. ഇൻവിസിബിൾ ബീം ഓഫ് ലൈറ്റ് ആണെങ്കിൽ പോലും അത് certain materials like zinc sulfide coated screen അതിലൊക്കെ പോയി ടച്ച് ചെയ്യുമ്പോൾ you see a spot of light, the scintillation, which could be explained only by particle nature of light. Black body radiation could be explained only by particle nature of light. Photoelectric effect could be explained only by particle nature of light. ഇതൊക്കെ particle nature of. അതേസമയം interference, diffraction ഇതൊക്കെ വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ചില എക്സ്പെരിമെൻറ്റുകളെ പാർട്ടിക്കിൾ നേച്ചർ, ചിലതിനെ വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ലൈറ്റ് ഹാസ് ഗോട്ട് ഡ്യുവൽ നേച്ചർ, and which was further proved or confirmed by Planck by saying that energy of a photon of light E is equal to h nu. Connecting particle nature and wave nature, he said each particle of light is a quantum of packet of energy with energy equal to h nu or hc by lambda. And one photon's energy is h nu. Suppose there are n photons, its energy is n times h nu. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്യൂമറിക്കലൊക്കെ വരാം. ഒരു ഫോട്ടോണിൻ്റെ എനർജി h nu, ക്യാപിറ്റൽ n ഫോട്ടോൺസിൻ്റെ എനർജി nh nu. അപ്പോൾ 1 mole ഫോട്ടോണിൻ്റെ എനർജി ചോദിച്ചാൽ h nuവിനെ അവഗാഡ്രോ നമ്പർ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ മറക്കരുത്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, പ്ലാങ്ക്സിൻ്റെ കോൺട്രിബ്യൂഷൻ, എനർജി ഓഫ് ഫോട്ടോൺ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് കുഡ് എക്സ്പ്ലെയിൻ കുഡ് ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ബൈ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. അതിൽ ഒരു ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി വെൻ ഇറ്റ് കംസ് ആൻഡ് സ്ട്രൈക്സ് എ മെറ്റൽ സർഫസ്, സ്യൂട്ടബിൾ മെറ്റൽ സർഫസ്, ഇറ്റ് എമിറ്റ്സ് ഫോട്ടോ ഇലക്ട്രോൺസ് പറഞ്ഞു. ആ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോണിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ വരാം. അപ്പോൾ ഇവിടെ വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, അഥവാ ഫ്രീക്വൻസി ഈസ് ന്യൂ. ഈ മെറ്റലിന് അതിൻ്റെ അയണൈസേഷൻ എനർജി അനുസരിച്ച്, അതിൻ്റെ എബിലിറ്റി ടു നോക്ക് അവേ ദി ഇലക്ട്രോൺ അനുസരിച്ച് അതിന് ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവും, മിനിമം എനർജി റിക്വയർമെൻറ്റ്, വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ എ ഗിവൺ മെറ്റൽ. വാട്ട് ഈസ് കോൾഡ് എച്ച് ന്യൂ നോട്ട് or work function of the metal, which is an energy term, and nu naught is threshold frequency minimum. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ് ഫോർ എ ഗിവൺ മെറ്റൽ. എച്ച് ന്യൂ നമുക്ക് തീരുമാനിക്കാം ഏത് ലൈറ്റ് ഉപയോഗിക്കണമെന്ന്. എങ്കിൽ എത്രയായിരിക്കും എമിറ്റഡ് ഇലക്ട്രോൺസിന്റെ, ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി, വിച്ച് ഈസ് ഗിവൺ ബൈ ഇൻസിഡന്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ.
എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ നോട്ട്. ഇത് പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂമറിക്കൽ വരും. എത്രയാണ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ, എത്രയാണ് ഇൻസിഡന്റ് ഫ്രീക്വൻസി, മിനിമം എത്രയെങ്കിലും ആവണം, അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി ദ വർക്ക് ഫംഗ്ഷൻ, വാട്ട് ഷുഡ് ബി ദ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞിട്ട് you will get questions on this. So kinetic energy is h nu minus h nu naught എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന്. And you will also get graphical question on this. Kinetic energy versus nu is done. If you do kinetic energy versus frequency of incident radiation എന്ന് പറഞ്ഞു വന്നാൽ what should be the graph looking like? I have put kinetic energy on y axis and nu on x axis. Equation or straight line, you should get a straight line with positive slope but negative y-intercept. If this is origin minus, your y-intercept is minus h nu naught, so you will get negative. ഇങ്ങനെയുള്ള പ്ലോട്ട് കറക്റ്റ് ആയിട്ട് എടുക്കണം നിങ്ങൾ. This should be the correct plot, should be identified. നെഗറ്റീവ് y-intercept, പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫ് ആയിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ വരാം. കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ സ്ലോപ്പ് വിൽ ബി ന്യൂ ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു എച്ച് ആയിരിക്കും. y-intercept വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ന്യൂ നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് കുഡ് ബി എക്സ്പ്ലെയിൻഡ് എന്നുള്ളതിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് നല്ലൊരു എക്സാമ്പിൾ. പിന്നെ നിങ്ങൾക്ക് വരിക ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ വാട്ട് ഹാപ്പൻസ് വെൻ യു ഇൻക്രീസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നമുക്ക് കാണാം ഒരു ലോ ടെമ്പറേച്ചറിൽ, സപ്പോസ് ഇഫ് യു പ്ലോട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ when you plot a particular temperature plot ചെയ്യുമ്പോൾ, suppose if you get a plot of this type, when you plot T2 greater than T1 എന്ന് പറയുമ്പോൾ here is the wavelength. if it is plotted wavelengthും ഇവിടെ നമ്മൾ ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യാണ്. ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു സി ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം കാണാം. അതായത് ഹയർ വേവ് ലെങ്ത്തിലേക്ക് ടെമ്പറേച്ചർ വരുമ്പോൾ ഏരിയ അണ്ടർ ദ കർവും കൂടണ കാണാം, ഹയർ വേവ് ലെങ്ത്തിലേക്ക് പോണ കാണാം ടെമ്പറേച്ചർ കൂടുമ്പോൾ. ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ഗ്രാഫ് യു ഗെറ്റ് ആസ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. T1 പീക്ക് ഇവിടെ ആയിരുന്നു, ഏരിയ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോർ ഫോട്ടോൺസ് വിത്ത് ഹയർ എനർജീസ് അബ്സോർബ്. ഈ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ലാംഡയാണ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, ഇന്റൻസിറ്റി വേഴ്സസ് ലാംഡയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇന്റൻസിറ്റി വേഴ്സസ് ലാംഡയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ പീക്ക് ലെഫ്റ്റിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഹൈ എനർജി റേഡിയേഷൻസിന്റെ ഇന്റൻസിറ്റി ഇപ്പൊ കൂടി നിൽക്കുന്ന അർത്ഥം. അതേസമയം ഇവിടെ ഫ്രീക്വൻസി ഇൻസ്റ്റെഡ് ഓഫ് ലാംഡ, ഈ ഫ്രീക്വൻസി ഈസ് ഈ പീക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഈ പീക്ക് ഫ്രീക്വൻസി ആണെങ്കിൽ ഇത് റൈറ്റിലേക്ക്, ലാംഡ ആണെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് പോകുന്നതായിട്ട്. അങ്ങനെയുള്ള ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. And coming to de Broglie wavelength, lambda is equal to h by mv. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് or h by p, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂമറിക്കൽ വരാം. Where lambda is de Broglie wavelength connecting material, the wave as well as particle nature കൊടുത്തുകൊണ്ട് lambda h by mv h by p എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. ഹിസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, uncertainty in position to uncertainty in velocity is equal to or greater than h by 4 pi m. ഈ കോൺസെപ്റ്റ് ഹിസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കോൺസെപ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ യു വിൽ ഗെറ്റ് ഈ കോൺസെപ്റ്റിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഓർത്ത് പഠിച്ചു വയ്ക്കുക. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ഓൺ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഡി ബ്രോഗ്ലെ വേവ് ലെങ്ത് ലാംഡ, അതുപോലെ ഹിസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതൊക്കെയാണ് ബേസിസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വരുമ്പോൾ യു ഹാവ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിൽ നിന്ന് നിങ്ങൾക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ ഫോർ എ ഗിവൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഇവിടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എ ഗിവൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n വാല്യൂ, എന്തൊക്കെ പോസിബിൾ വാല്യൂ 1 2 3 4 etc. signifies which main shell the electron may be found. And for a given value of n, the possible values of L ചോദിച്ചാൽ 0 to n minus 1, അത് സബ്ഷെല്ലുകൾ എന്ന് പറയും. അപ്പോൾ ഒരു എന്നിന് എത്ര സബ്ഷെൽസ് ആകാം? n സബ്ഷെൽസ് ആകാം. ഇനി ഒരു എന്നിന് എത്ര ഓർബിറ്റ്? അപ്പൊ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് L, the possible values of ML is minus L through 0
to plus L അഥവാ 12 plus 1 we call them orbitals. And 12 plus 1 orbital, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വെച്ചാകാം. സോ 2 times number of orbitals ആയിരിക്കും അതിൽ ഉണ്ടാകാവുന്ന ഇലക്ട്രോൺസ്. എങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഒരു എന്നിൽ ഫോർത്ത് ഷെല്ലിൽ എത്ര സബ് ഷെൽസ് ഉടനെ നമ്മൾ എഴുതും ഫോർത്ത് ഷെല്ലിൽ n സബ് ഷെൽസ്. ഫോർത്ത് ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ്, n സ്ക്വയർ ഓർബിറ്റൽസ്. അപ്പൊ 4 സ്ക്വയർ ഓർബിറ്റൽസ്. ഫോർത്ത് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാം? മാക്സിമം 2n സ്ക്വയർ ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാം. ഫോർ എ ഗിവൺ ഒരു സബ് ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ്? 12 plus 1 ഓർബിറ്റൽസ്. അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാം? 2 times 12 plus 1 ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാം. ആൻഡ് ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാം? മാക്സിമം 2 ഇലക്ട്രോൺസ്. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും. ആൻഡ് കമ്മിങ് ടു, അപ്പോൾ എന്ന് തന്നിട്ട് എത്ര ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എത്ര ഓർബിറ്റൽസ് അല്ലെങ്കിൽ എത്ര സബ്ഷെൽസ് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. രണ്ടാമത് നിങ്ങൾക്ക് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്ന് വരിക ഓരോ ഓർബിറ്റലും തന്നിട്ട് അതിൽ എത്ര റേഡിയൽ നോഡ് ഉണ്ടാകാം, എത്ര ആംഗുലർ നോഡ് ഉണ്ടാകാം. ഇതൊക്കെ നമ്മളുടെ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എത്ര റേഡിയൽ നോഡ് ഉണ്ടാകാം. നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഈസ് ഗിവൺ ബൈ n minus l minus 1 which is called also called spherical nodes. Radial nodes, number of radial. എന്താ ഈ റേഡിയൽ നോഡ് എന്ന് പറഞ്ഞാൽ at what radial distance the value of psi square is 0 എന്ന് പറഞ്ഞാൽ 0 chance of finding the electron. 3-dimensional region in the nucleus where there is 0 chance of finding the electron. അത് ഏത് റേഡിയൽ ഡിസ്റ്റൻസിലാണോ അതിനെയാണ് നമ്മൾ റേഡിയൽ നോഡ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഈസ് ഗിവൺ ബൈ n minus l minus 1. ഫോർ എക്സാമ്പിൾ 3p എത്ര റേഡിയൽ നോഡ്? 3 minus 1 minus 1. An angular node, an imaginary plane passing through the orbital, throughout that plane 0 chance of finding the electron. അതാണ് ആംഗുലർ നോഡ്, ദ വാല്യൂ ഓഫ് എൽ ഇറ്റ് സെൽഫ്. റേഡിയൽ നോഡ് n minus l minus 1, ആംഗുലർ നോഡ് വാല്യൂ ഓഫ് എൽ ഇറ്റ് സെൽഫ്. ടോട്ടൽ നോഡ്സ് രണ്ടും കൂടി ആഡ് ചെയ്താൽ n minus 1 എന്ന് കിട്ടും നമുക്ക്. ഇത് നോഡ്സിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യനുകൾ. ഇനി നിങ്ങൾക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ്, ഒരു ഇലക്ട്രോൺ ഹയർ ലെവലിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ ഉണ്ടാകാവുന്ന മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. മാക്സിമം പോസിബിൾ ലൈൻസ് വെൻ an electron gets de-excited. So if it says an electron gets de-excited from 10th level, our assumption is it is getting de-excited to first level. In which case maximum possible lines in spectrum is given by n into n minus 1 by 2. അതേസമയം n2 to n1 എന്ന് പറഞ്ഞ നമ്പർ തരികയാണ്. 10th ലെവലിൽ നിന്ന് 6, സെയിം ഫോർമുല തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ തരുന്നു. 2 ലെവൽ തന്നിട്ട് 10th നിന്ന് 6th വരാൻ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നത് n2 minus n1 into n2 minus n1 plus 1 by 2 ഫോർമുല. അപ്പൊ 10 minus 6 into 10 minus 6 plus 1 by 2 ചെയ്യുക. അതേസമയം 10th ലെവലിനെ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മളുടെ അസംഷൻ അത് 1ലേക്കാണ്. അപ്പോൾ നമ്മൾ 10 into 9 by 2 എന്ന് ചെയ്യുക. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പാർട്ട് ഫ്രം ദിസ് നമ്മൾ പഠിച്ചു, ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാക്സിമം അതിന്റെ ഓർബിറ്റ് മാഗ്നറ്റിക് ഓർബിറ്റ് ആംഗുലർ മൊമെന്റം ഈസ് ഗിവൺ ബൈ ഓർബിറ്റിലത്തെ ആംഗുലർ മൊമെന്റം ഈസ് ഗിവൺ ബൈ mvrn ഈസ് ഈക്വൽ ടു n into h by 2π എന്ന് പറഞ്ഞു. അതേസമയം ക്വാണ്ടം മെക്കാനിക്സിൽ ഓർബിറ്റൽ എന്നുള്ള കോൺസെപ്റ്റ് വന്നു. 3-dimensional ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വസ്റ്റ്യൻ വന്നാൽ that depends on the value of L. ശ്രദ്ധിക്കുക, if it is ഒരു ഷെല്ലിൽ എനർജി ലെവലിൽ ഓർബിറ്റിലത്തെ ആംഗുലർ മൊമെന്റം ആണ് ചോദ്യമെങ്കിൽ n into h by 2π. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ആണ് ചോദ്യമെങ്കിൽ റൂട്ട് ഓഫ് l into l plus 1 into h by 2π. അപ്പോ ഒരു എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് എസ് ഇറ്റ് ഈസ്, 1s ആകാം, 2s ആകാം, 3s ആകാം, 4 ഏത് എസ് വേണമെങ്കിൽ ആകാം. എസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ
ഓർബിറ്റ് ആംഗുലർ മൊമെന്റത്തിന് അങ്ങനെയല്ല. 1s അല്ല 2sന്റെ. 1sന്റെ 1 into h/2π. 2s ചോദിച്ചാൽ 2 into. That has nothing to do with s part. That has something to do with n part. പക്ഷെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ചോദിച്ചാൽ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് വിച്ച് n it is. You have to look at only which l it is. So all s orbital അവിടെ 0. All p orbital root of 1 into 1 plus 1. അപ്പോൾ root 2 into h/2π. All d orbital root of 6 into h/2π. ഇങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പാരാമാഗ്നറ്റിക് ക്യാരക്ടർ, ഡയാമാഗ്നറ്റിക് ക്യാരക്ടറിൽ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം തന്നാൽ how much is the spin only magnetic moment എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ the spin only magnetic moment mu is calculated using the formula root of n into n plus 2 Bohr magneton. Number of unpaired electrons തന്നിട്ട് what is the spin only magnetic moment എന്ന് ചോദിച്ചാൽ root of n into n plus 2 Bohr magneton ഫോർമുല ഉപയോഗിക്കുക. ഹിസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്ര എല്ലാ കോൺസെപ്റ്റുകളും സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വരാവുന്ന എല്ലാ കോൺസെപ്റ്റും കവർ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഞാൻ പറഞ്ഞു ഇന്റൻസിറ്റി വേഴ്സസ് ലാംഡ പ്ലോട്ട് ചെയ്യുമ്പോൾ ആസ് യു ഇൻക്രീസ് ടെമ്പറേച്ചർ ലാംഡയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പീക്ക് ലെഫ്റ്റിലേക്ക് പോകണം, ഏരിയ അണ്ടർ ദ കർവ് കൂടണം. ഫ്രീക്വൻസി ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ പീക്ക് റൈറ്റിലേക്ക് പോകണം, ഏരിയ കൂട്ടി തന്നെ കാണിക്കണം. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ, അത്രയും ഹൈ ഫ്രീക്വൻസി ഫോട്ടോണിന്റെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് അത് ബ്രൈറ്റർ ആയിട്ട് കാണുന്നു എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്മിങ് ടു ചില ഗ്രാഫുകളും കൂടി വളരെ പ്രധാനമാണ്. അപ്പൊ ആ ഗ്രാഫുകളിലേക്ക് പോവുകയാണ്. അതായത് റേഡിയൽ വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും നിങ്ങളോട്. റേഡിയൽ വേവ് ഫംഗ്ഷൻ പ്ലോട്ട്, റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി പ്ലോട്ട് ആൻഡ് റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പ്ലോട്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പ്ലോട്ട്. അപ്പൊ റേഡിയൽ വേവ് ഫംഗ്ഷൻ പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്യുക. ഐദർ സൈ എന്ന് പറയും, പക്ഷെ ശരിക്കും അത് ക്യാപിറ്റൽ ആർ ആണ്. റേഡിയൽ വേവ് ഫംഗ്ഷൻ വേഴ്സസ് ആർ. അപ്പൊ ഒരു 1s ഓർബിറ്റലിന് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ദിസ്. The value of psi decreases or value of r decreases with radial distance. For 2s how it looks like എന്ന് ചോദിച്ചാൽ if this is 0, these are all negative, these are all positive. For a 2s orbital psi or r versus r ചോദിച്ചാൽ keep on decreasing, it even goes to negative value and then it decreases. For a 3s how it looks like. ഒരു 3sന് ട്രെൻഡ് കാണിച്ചു തരാം. ഒരു 3sന് അത് എങ്ങനെ ഉണ്ടാവും കാണാൻ എന്ന് ചോദിച്ചാൽ 0 all minus plus psi versus r. ഒരു ട്രെൻഡ് പഠിച്ചു കഴിഞ്ഞാൽ 4s 5s ഒക്കെ നിങ്ങൾ വരയ്ക്കും. ഇങ്ങനെ തുടങ്ങുക, നെഗറ്റീവിലേക്ക് പോകുക, വീണ്ടും പോസിറ്റീവിലേക്ക് വന്നു. അപ്പൊ പിന്നെ 4s പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും താഴേക്ക് പോകുക. അപ്പൊ എസിനൊക്കെ ഇങ്ങനെ. For a 2p how it looks like. For a 2p how it looks like. Psi versus r. It starts from origin, increases and then goes this way. For a 3p how it looks like എന്ന് ചോദിച്ചാൽ go to negative, 0 minus 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 plus plus. അപ്പോ ഇങ്ങനെ വന്ന് നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി വെക്കുക. 4p ആകുമ്പോൾ വീണ്ടും പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുക. 5p താഴോട്ട് പോകും ലൈക്ക് ദിസ്. For a 3d how it looks like. Very similar to 3p വരയ്ക്കുക, പക്ഷെ കുറച്ചും കൂടെ ബ്ലണ്ട് ആയിട്ട് വരയ്ക്കുക. That's only difference. Psi versus r. Very similar to 2p വരയ്ക്കുക, കുറച്ചും കൂടി ബ്ലണ്ട് ആയിട്ട് വരയ്ക്കുക. അപ്പൊ 4dക്ക് നെഗറ്റീവിലേക്ക് പോകുക, 5dക്ക്. അപ്പൊ ഒരു ട്രെൻഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു. ദർ ഈസ് നോ ഫിസിക്കൽ മീനിങ് ഫോർ ഓൾ ദീസ് ഗ്രാഫ്സ്. ആൾക്കാ ഫിസിക്കൽ മീനിങ് സൈ സ്ക്വയർ, റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി പ്ലോട്ടിനാണ് ഫിസിക്കൽ മീനിങ്. 1sന്റെ ഇതേപോലെ ഉണ്ടാവും കാണാൻ. ഓൺലി തിങ് ഈസ് സ്ക്വയർ വാല്യൂസ് ആയിരിക്കും. ആസ് പെർ ദിസ് maximum chance of finding a 1s electron is at the nucleus when r is 0, highest value. Meaning ഉണ്ട്. What is psi square versus അല്ലെങ്കിൽ what is psi square meaning? The actual magnitude of chance of finding the electron is given by
Actual magnitude of chance of finding the electron is given by psi square graph. Appa psi square value. Appa psi square is maximum when R is 0. The chance of finding a 1s electron is maximum at the nucleus. At the nucleus ആണ് ഒരു 1s ഇലക്ട്രോണിനെ കാണാനുള്ള maximum chance എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. It's correct statement. Statement correct or false. Maximum chance of finding a 1s electron is at the nucleus. As R increases, as you go away from the nucleus, it keeps on decreasing, it fades away. നമുക്ക് 2s സൈ വരച്ചിട്ടുണ്ട്. 2s ഇത് 1s സൈ സ്ക്വയർ. 2s സൈയിൽ നിന്ന് 2s സൈ സ്ക്വയർ വരച്ചു നോക്കാം. ഇതിന്റെ ഒക്കെ സ്ക്വയർ വാല്യൂസ് പ്ലോട്ട് ചെയ്യണം. നിയർ ദ ന്യൂക്ലിയസ് മാക്സിമം കിട്ടി. then it keeps on decreasing. നെഗറ്റീവ് വാല്യൂ ഒക്കെ സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. അതുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ വരും. അപ്പൊ 3s വരയ്ക്കുമ്പോ എങ്ങനെ വരും? 3s ആദ്യം ഇങ്ങനെ വന്നു, ഇവിടെ ടച്ച് ചെയ്തു, ഒരു പ്രാവശ്യം വന്നു, വീണ്ടും ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, ഒരു പ്രാവശ്യം റൈറ്റിലേക്ക് പോകുന്നതോറും ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു പോകുന്നുള്ളൂ. ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കറക്റ്റ് ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾ. അപ്പോൾ ദിസ് ഈസ് ഹൗ യു വിൽ ഗെറ്റ്. എന്തായി ഓരോ ഡോട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് സൈ സ്ക്വയർ ഈസ് 0. ദ വാല്യൂ ഓഫ് സൈ സ്ക്വയർ ഈസ് 0 അറ്റ് ദിസ് റേഡിയൽ ഡിസ്റ്റൻസ്. റേഡിയൽ നോഡ്. അപ്പൊ 1s റേഡിയൽ നോഡ് ഇല്ല. 2s ഒരു റേഡിയൽ നോഡ് കിട്ടി. 3s വരയ്ക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു, വീണ്ടും ഒരു പ്രാവശ്യം, 2 റേഡിയൽ നോഡ്. 4s വരയ്ക്കുമ്പോൾ ഒന്നും കൂടെ ടച്ച് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു ട്രെൻഡ് കിട്ടി. ഇത് തന്നെ നമ്മൾ 2pക്ക് വരയ്ക്കാൻ പറഞ്ഞാൽ ദ ഗ്രാഫ് ലുക്സ് വെരി സിമിലർ ടു ദിസ്. മാഗ്നിറ്റ്യൂഡ് മാത്രം സ്ക്വയർ ആവുന്നേ ഉള്ളൂ. പക്ഷെ 3pക്ക് വരയ്ക്കാൻ പറഞ്ഞാലോ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കിട്ടും. കാരണം അത് നെഗറ്റീവ് സൈഡിലേക്ക് പോയല്ലോ. അപ്പൊ ഇങ്ങനെ വരും. 4pക്ക് വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നും കൂടെ ടച്ച് ചെയ്തിട്ട്. അപ്പോ 2pക്ക് റേഡിയൽ നോഡ് ഇല്ല, 3pക്ക് ഒരു റേഡിയൽ നോഡ്, 4pക്ക് 2. n-l-1 കറക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി ഇതിന്റെ റേഡിയൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി പ്ലോട്ട് എന്ന് പറയുന്നത് 4πr² dr r² വേഴ്സസ് r പ്ലോട്ടുകളാണ്. അത് എല്ലാവർക്കും ഒറിജിനിന്നാ തുടങ്ങുക. കാരണം r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ at 0 0 എല്ലാവർക്കും എങ്ങനെയാ? അപ്പൊ 1s ആണെങ്കിൽ ഇങ്ങനെ. അപ്പൊ 2s വരയ്ക്കാൻ പറഞ്ഞാൽ 0-ൽ നിന്ന് ഇങ്ങനെ വന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും. അപ്പൊ ഇവിടെ ഇവിടെ ടച്ച് ചെയ്യില്ല, ഇവിടെ ടച്ച് ചെയ്യും നോഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ റൈറ്റിലേക്ക് പോകുന്തോറും പീക്കിന്റെ ഹൈറ്റ് കുറച്ച് വരും. ഇവിടെ റൈറ്റിലേക്ക് പോകുന്തോറും പീക്കിന്റെ ഹൈറ്റ് കൂടി വരും. 2s ഇങ്ങനെ. അപ്പൊ എല്ലാവർക്കും ഇവിടെ നിന്നാണ് തുടങ്ങുക. കാരണം ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 4πr². r 0 ആവുമ്പോൾ എല്ലാവർക്കും 0. അപ്പൊ നമ്മൾ 4s 1s ഇങ്ങനെ വരച്ചു, 2s 3s വരയ്ക്കാൻ പറയുമ്പോൾ ഒന്നും കൂടെ ടച്ച് ചെയ്തിട്ട് വരച്ചു. 2pക്ക് ഇങ്ങനെ നിൽക്കും കാണാൻ. 3p ആവുമ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതിനേക്കാൾ ഹൈറ്റിൽ വരച്ചു. ഡിക്ക് കുറച്ചും കൂടെ ബ്ലണ്ട് ആയിട്ട് വരച്ചു. ഇത്രയും ഗ്രാഫുകൾ ഒന്ന് ഓർത്തു വെക്കുക. ദാറ്റ്സ് റിഗാർഡിങ് യുവർ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് പോസിബിലിറ്റി ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗോ ത്രൂ ദം thoroughly.